ഗോളത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ ഉപരിതല വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും? ഗോളം എന്ന് പറഞ്ഞാൽ സ്ഫിയർ, ആരം റേഡിയസ്, ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ TSA ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ ഒരു ഗോളത്തിന്റെ റേഡിയസ് 50% വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഉപരിതല വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ് ചോദ്യം. നമ്മൾ ആദ്യം ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം കാണുന്ന സൂത്രവാക്യം എഴുതുക. ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം A = 4πr² എന്നാണ്. ഇതിൽ A ഉപരിതല വിസ്തീർണം, R ആരം. അപ്പൊ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം A = 4πr². ഇനി നമുക്ക് ഇത് സാധാരണ ഗോളമാണ്. ഇനി എന്താ പറയുന്നത്? ആരം 50% വർദ്ധിച്ചാൽ ഉപരിതല വിസ്തീർണം കാണുന്നത്. വീണ്ടും നമ്മൾ ഉപരിതല വിസ്തീർണത്തിന്റെ സൂത്രവാക്യം എഴുതുക. ഇത് തന്നെയാണ്. അപ്പൊ അതില് 4π എന്നിട്ട് ആരം മാറ്റമുണ്ട്. ആരം എന്താ മാറ്റം? 50% കൂട്ടി. ഇപ്പൊ ആരം എത്രയാണ്? R ആണ്. അത് 50% കൂട്ടിയാൽ ഈ ആരം എന്തായി മാറും? R × 150/100 എന്നാവും. അതായത് പഴയ ആരം R ആണ്. 50% കൂട്ടിയാൽ അത് 100ന്റെ കൂടെ കൂടണം. 100ന്റെ കൂടെ 150/100. അപ്പൊ പുതിയ ആരം R × 150/100. പിന്നെ അതിന്റെ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. സമം 4π × R ന്റെ സ്ക്വയർ R² × 150ന്റെ സ്ക്വയർ 225 20, അതായത് 22,500. 150 × 150 22,500 100ന്റെ സ്ക്വയർ 10,000. നമുക്കിതില് 4πr² × ഇതിൽ 2 0 വെട്ടിക്കളഞ്ഞാൽ ബാക്കി എന്താണ്? 225/100. നമുക്കിതിനെ 4πr² ഈ 225നെ 100 + 125 എന്ന് എഴുതാം. 100 125 കൂട്ടി 225 ആണ് /100. അപ്പൊ അത് നോക്കുമ്പോ ആദ്യത്തെ ഉപരിതല വിസ്തീർണം എത്രയാണ്? 4πr². ആരം 50% കൂടുമ്പോഴോ ഉപരിതല വിസ്തീർണം 4πr² × 100 + 125/100. അപ്പൊ ഉപരിതല വിസ്തീർണം എത്ര കൂടി? +125/100. അതായത് 125% ഉപരിതല വിസ്തീർണം വർദ്ധിച്ചത്.